ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതൂബു ഇലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരങ്ങളെ, അർഹമുറാഹിമിനായ പടച്ച റബ്ബിൻ്റെ റഹ്മത്തും കൃപയും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ നമുക്ക് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാവട്ടെ. ആമീൻ. മുസ്ലിമായി നല്ല മനുഷ്യരായി ജീവിക്കണം എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് തണുപ്പ് അനുഭവിച്ചുകൊണ്ടാണ്. തണുപ്പുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ തണുപ്പിൻ്റെ ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുക. ചില സമയത്തൊക്കെ പുറത്തിറങ്ങി നടക്കുമ്പോൾ ശക്തമായ തണുപ്പിൻ്റെ ആ കാറ്റ് അത് നമ്മുടെ മൂക്കും നമ്മുടെ വായും ചുണ്ടും അതൊക്കെ വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്നു, നമുക്ക് അസുഖങ്ങൾ വരുന്നു. അപ്പോൾ ഈ സന്ദർഭത്തിൽ എന്തുകൊണ്ടായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള തണുപ്പും ചൂടും കാലാവസ്ഥാ വ്യതിയാനവുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ ഇതിനെ സംബന്ധിച്ച് ചിന്തിക്കണമെന്നാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത്. നമ്മൾ സത്യവിശ്വാസികളാണ്, നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്നവരാണ്. ഈ തണുപ്പ് കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ചിന്തകളിലേക്ക് വരേണ്ടതുണ്ട്. എന്താണ് പ്രിയമുള്ളവരെ? ആഖിറത്ത്, പരലോക ജീവിതം, അവിടെ തണുപ്പും ചൂടുമുണ്ട്. ഇസ്ലാമിക പണ്ഡിതന്മാർ പറയാണ്, തണുപ്പ് കാലത്ത് ജീവിക്കുന്ന നമ്മൾ ആഖിറത്തിലെ കൊടും തണുപ്പിനെ കുറിച്ച് ചിന്തിക്കണം, അവിടെയുള്ള കൊടും ചൂടിനെ കുറിച്ച് ചിന്തിക്കണം. ഒരിക്കൽ നരകം ആവലാതിപ്പെട്ടു, നരകം പരാതി പറഞ്ഞു നരകത്തിൻ്റെ റബ്ബിനോട് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ വേണ്ടി കഴിയും. ആ ഹദീസ് പ്രകാരമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുക, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്തഖത്തിൻ നാറു ഇലാ റബ്ബിഹാ. നരകം അതിൻ്റെ റബ്ബിനോട് ആവലാതിപ്പെട്ടു. ഫഖാലത്ത്, നരകം പറഞ്ഞു, യാ റബ്ബ്, എൻ്റെ നാഥ, അകല ബഅലി ബഅലാ, എൻ്റെ ചില ഭാഗങ്ങളെ തിന്നുകൊണ്ടിരിക്കുന്നു, കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഫജഅല ലഹാ നഫ്സൈൻ. അങ്ങനെ അല്ലാഹു തആല നരകത്തെ രണ്ട് ഭാഗമാക്കി.
ഒന്ന് നഫ്സുൻ ഫിഷിത്ത, ഒന്ന് തണുപ്പ് കാലം. നഫ്സുൻ ഫിസ്വൈഫ്, മറ്റൊന്ന് ചൂട് കാലം. അങ്ങനെ പ്രിയമുള്ളവരെ, ഹദീസിൽ പറയുകയാ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഷിദ്ദതു മാ തജിദൂന മിനൽ ബർദി മിൻ സംഹരീരിഹാ, അതായത് കൊടും തണുപ്പാണ് ഒരു ഭാഗം. കൊടും തണുപ്പെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അസ്ഥികളെ ബാധിക്കുന്ന, മനുഷ്യ ശരീരത്തിൻ്റെ സുഷിരങ്ങളിലൂടെ തുളച്ച് കയറുന്ന, ഏറെ പ്രയാസപ്പെടുത്തുന്ന തണുപ്പ്. എന്നിട്ട് പറയുക വഷിദ്ദ മാ തജിദൂന മിനൽ ഹർ, അതുപോലെ കൊടും ചൂടുള്ള ഒരവസ്ഥ. ഈ രണ്ടവസ്ഥയും അല്ലാഹു തആല നരകത്തിലാക്കി എന്നുള്ള ആ അവസ്ഥ എന്ത് ചെയ്യണം എന്നാ ഇപ്പോൾ ആലോചിക്കണം. ദുനിയാവിലെ ഈ തണുപ്പ് അനുഭവിക്കുമ്പോഴേ നമ്മൾ എന്താ ആലോചിക്കേണ്ടത്? ഇതിനേക്കാൾ കൊടും തണുപ്പ് വരാനിരിക്കുന്നേ ഉള്ളൂ, അത് നരകത്തിലായിരിക്കും എന്നുള്ളതാ പറയുന്നത്. ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളൊരു പദം സംഹരീർ എന്നാണ്. എന്താ ഈ സംഹരീർ എന്ന് പറഞ്ഞാൽ? ഹുവൽ ഗസ്സാഖ്. ഗസ്സാഖ് എന്ന് പറഞ്ഞാൽ കൊടും തണുപ്പുള്ള ദുർഗന്ധമുള്ള വെള്ളത്തിനാണ് ഗസ്സാഖ് എന്ന് പറയുക. നരകവാസികൾ നരകത്തിൽ കടന്നിട്ടേ അവിടെയുള്ള ശിക്ഷ, കൊടും ചൂട്, അതൊക്കെ അനുഭവിക്കുമ്പോൾ അവരോട് മലായിക്കത്തുകൾ പറയും, ഹാദാ ഫലിയദൂഖൂഹു ഹമീമുൻ വഗസ്സാഖ്. ഹേ നരകവാസികളെ, ഇതാ ഇത് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. ഫലിയദൂഖൂ, നിങ്ങളിതിൻ്റെ ടേസ്റ്റ് അനുഭവിക്കുക. എന്തിൻ്റെ ടേസ്റ്റ്? ഹമീമുൻ വഗസ്സാഖ്. ഹമീം എന്ന് പറഞ്ഞാൽ കൊടും ചൂട്, സഹിക്കാൻ കഴിയൂല. എന്നാലോ അങ്ങേയറ്റത്തെ ചീത്ത സ്മെല്ല്, നമ്മളെ നാറ്റം എന്ന് പറയാറുണ്ടല്ലോ, ദുർഗന്ധം, ബാഡ് സ്മെൽ. ഹമീം അതാണ്. ചൂടുണ്ട് എന്ന് മാത്രമല്ല, അങ്ങേയറ്റത്തെ ദുർഗന്ധം, അതാണ് ഹമീം. എന്നിട്ട് ആ വെള്ളം തന്നിട്ട് പറയാ, ഹാദാ ഫൽ യദൂഖൂ, ഇതാ ഈ വെള്ളം നിങ്ങൾ കുടിച്ചുകൊള്ളുക, ഇത് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. ഹമീമുൻ വഗസ്സാഖ്, ഈ കൊടും ചൂടുള്ള ദുർഗന്ധമുള്ള വെള്ളം. വഗസ്സാഖ്, ഗസ്സാഖ് എന്ന് പറഞ്ഞാൽ എന്താ? കൊടും തണുപ്പുള്ള വെള്ളം, അതും ദുർഗന്ധമുള്ളതാണ്. ഇത് നിങ്ങൾ അനുഭവിക്കുക. ഇതെന്താ? വിശുദ്ധ ഖുർആനാ പറയുന്നത്, ഖുർആനിലൊരായത്താണ്. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാൻ, അദ്ദേഹം ആരാ? പ്രമുഖനായ സ്വഹാബിയായിരുന്നു, പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ഖുർആന്റെ ഏറ്റവും കൂടുതൽ ഖുർആനെ കുറിച്ച് അറിയുന്ന ഒരു സ്വഹാബിയാണ്. അദ്ദേഹം പറയാം, അൽ ഗസ്സാഖ്, ഗസ്സാഖ് എന്ന് പറഞ്ഞാൽ ഹുവ സംഹരീർ അൽ ബാരിദ് അല്ലദീ യുഹ്രിഖു മിൻ ബർദി എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുന്ന തണുപ്പ് എന്നർത്ഥം. അതൊരു പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഒരു തണുപ്പില്ല. അത് തണുപ്പിൻ്റെ അങ്ങേയറ്റാണ്. കൊടും തണുപ്പ്, അതിശൈത്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ അങ്ങേയറ്റാണത്. മറ്റൊരു മുഫസ്സിർ പറയാണ്, ഹുവല്ലദീ ലാ യസ്തതിഊൻ, അത് സാധിക്കുകയില്ല അൻ യദൂഖൂഹു മിൻ ബർദി, തണുപ്പ് കാരണം അത് സാധിക്കുകയില്ല, അത് രുചിക്കാൻ, അത് കഴിക്കാൻ, കുടിക്കാൻ സാധിക്കുകയില്ല എന്നാ പറയുന്നത്. എന്നിട്ട് പറയാൻ, വൽ അയാദു ബില്ലാ, അള്ളാഹു നമ്മെ ഇതിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ രണ്ടവസ്ഥയായിരിക്കും അള്ളാഹു തആല നരകത്തിൽ നിശ്ചയിച്ചിട്ടുള്ളത്. ആ നരകത്തിൻ്റെ അവസ്ഥകൾ നമ്മൾ ഈ സന്ദർഭത്തിൽ ആലോചിക്കണം എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. എന്നാൽ ആ പരലോകത്ത് ആഖിറത്തിൽ എന്തുണ്ട്? നരകം മാത്രമല്ല, അവിടെ സ്വർഗമുണ്ട്. അവിടെ സുഖലോലുപതയുടെ, സുഖാനുഗ്രഹങ്ങളുടെ സ്വർഗമുണ്ട്. ആ സ്വർഗമെന്ന് പറയുന്നത് എല്ലാവിധ അനുഗ്രഹങ്ങളും നിറഞ്ഞു തുളുമ്പുന്ന ഒരു ലോകമാണ്. ആ സ്വർഗത്തിൻ്റെ അവസ്ഥ എന്താ പ്രിയമുള്ളവരെ? അതിൽ പറയാണ്,
വമിൻ കമാലി നഈമി അഹ്ലിൽ ജന്ന അന്നഹും ലാ യജിദൂന ഫീഹാ ഹർറാ. സ്വർഗവാസികൾ ഒരിക്കലും ചൂട് അനുഭവിക്കുകയില്ല, ഉഷ്ണം അവർക്കുണ്ടാവുകയില്ല. വലാ ബർദാ, തണുപ്പും. ഈ പ്രയാസപ്പെടുത്തുന്ന ചൂടോ പ്രയാസപ്പെടുത്തുന്ന തണുപ്പോ സ്വർഗവാസികൾക്കുണ്ടാവുകയില്ല. ഖാല ഖതാദത റഹിമഹുല്ലാഹു തആല അലിമല്ലാഹു തആല അന്ന ശിദ്ദത്തൽ ഹർറി തുഅദി. മഹാനായ ഇമാം ഖതാദ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അലിമല്ലാഹു തആല, ഉന്നതനായ അല്ലാഹു അറിഞ്ഞു, അന്ന ശിദ്ദത്തൽ ഹർറ്, ചൂടിൻ്റെ കാഠിന്യം, തുഅദി, അത് മനുഷ്യനെ ഉപദ്രവിക്കുന്നു, അത് മനുഷ്യന് പ്രയാസമുണ്ടാക്കുന്നു. വശിദ്ദത്തുൽ ബർദി തുഅദി, കഠിന തണുപ്പും മനുഷ്യന് പ്രയാസമുണ്ടാകുന്നു. വഖാഹും അദാഹുമാ ജമീആ, അങ്ങനെ സ്വർഗവാസികളെ ആ രണ്ടവസ്ഥയിൽ നിന്നും അല്ലാഹു തആല കാത്ത് സംരക്ഷിച്ചു. ഏത് രണ്ടവസ്ഥ? കൊടും ചൂടെന്നും കൊടും തണുപ്പെന്നും. ആ രണ്ടവസ്ഥയും നരകത്തിലുണ്ടാകുകയില്ല. പാകത്തിനുള്ള തണുപ്പ്, പാകത്തിനുള്ള ചൂട്, സുന്ദരമായിട്ടുള്ള കാലാവസ്ഥ, മനസ്സിന് സന്തോഷമുണ്ടാകുന്ന, ശരീരത്തിന് ആശ്വാസമുണ്ടാകുന്ന, ഒരു നിലക്കും പ്രയാസമില്ലാത്തൊരവസ്ഥ. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, മുത്തഖീന ഫീഹാ അലൽ അറായിക് ലാ യറൗന ഫീഹാ ശംസം വലാ സംഹരീറാ. മുത്തഖീന ഫീഹാ അലൽ അറായിക്, സ്വർഗവാസികൾ ആ സ്വർഗത്തിലുള്ള ഉയർന്ന കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരാണ്. ലാ യറൗന ഫീഹാ ശംസൻ, അവിടെ വെയിൽ അവരനുഭവിക്കുകയില്ല. വലാ സംഹരീറാ, തണുപ്പും, പ്രയാസപ്പെടുത്തുന്ന തണുപ്പ്, കഠിനമായ തണുപ്പ് അവർ അനുഭവിക്കുകയില്ല. സംഹരീർ എന്ന് പറഞ്ഞാൽ ഹുവൽ ബർദുൽ ഖാത്തി', മനുഷ്യനെ മുറിച്ച് കളയുന്ന, മനുഷ്യനെ തുളച്ച്, ശരീരത്തിൻ്റെ ഈ തൊലി ഒക്കെ തുളച്ച് കയറുന്ന ഉള്ളിലേക്ക്. നമ്മൾ എല്ല് വേദനിക്കുന്നു, അസ്ഥി വേദനിക്കുന്നു പറയുമല്ലോ തണുപ്പ് കാരണം. ആ രൂപത്തിലുള്ള തണുപ്പ് അതിന് സംഹരീർ എന്ന് പറയുക. അതെവിടെ ഉണ്ടാവില്ല? സ്വർഗത്തിലുണ്ടാവുകയില്ല. ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹുവ ലൗനും മിനൽ അദാബ്, അത് ശിക്ഷയിൽ നിന്നുള്ള ഒരു ഇനമാകുന്നു. എന്ത്? ഈ രണ്ടവസ്ഥ, കൊടും ചൂടും കൊടും തണുപ്പും. പ്രിയമുള്ളവരെ, അപ്പം നമ്മൾ ഈ ദുനിയാവിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ജീവിക്കുന്ന ഈ പ്രദേശത്ത് ഭയങ്കര തണുപ്പാണ്. ആളുകൾ കട്ടിയുള്ള വസ്ത്രം ധരിക്കുന്നു, നല്ല തൊപ്പി ധരിക്കുന്നു, പാദരക്ഷ ധരിക്കുന്നു, വീട്ടിനകത്ത് റൂമിനകത്തൊക്കെ എന്ത് ചെയ്യുന്നു? ഹീറ്ററുകൾ സ്ഥാപിക്കുന്നു. ആ ഹീറ്ററുകളിൽ നമ്മൾ ചൂട്, ഈ തണുപ്പ് പ്രതിരോധിക്കുന്നു. ഇതൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ, ചെയ്യുമ്പോൾ നമ്മൾ എന്താലോചിക്കണം? റബ്ബേ, ഇതിനേക്കാൾ കഠിനമായ തണുപ്പ് ആഖിറത്തിലുണ്ടാകും എന്ന് നമ്മൾ വിചാരിക്കണം, ഓർക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ കഠിനമായ തണുപ്പ്, കഠിനമായ ചൂട്, അതിലൊരിക്കലും ഞാൻ പെട്ടുപോകാതെ, അതിൻ്റെ അവകാശിയായി തീരാതെ, രക്ഷ, ആഖിറത്തിൽ വിജയം കിട്ടാൻ നമ്മൾ കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ ഒരുപാട് തവണ ഈ നരകത്തിലെ വെള്ളത്തെക്കുറിച്ചും നരകത്തിലെ ചൂടിനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 70-ാമത്തെ ആയത്ത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുക. സൂറത്തുൽ അൻആമിലെ 70-ാമത്തെ വചനം, വദരില്ലദീന തഖദൂ ദീനഹും ലഇബൻ വലഹുവാ വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയാ വദക്കിർ ബിഹി അൻ തുബ്സല നഫ്സും ബിമാ കസബത് ലൈസ ലഹാ മിൻ ദൂനില്ലാഹി വലിയ്യും വലാ ശഫീഅ് വഇൻ തഅദിൽ കുല്ല അദ്ലിൻ ലാ യുഖദു മിൻഹാ ഉലൈക അല്ലദീന ഉബ്സിലൂ ബിമാ കസബൂ ലഹും ശറാബും മിൻ ഹമീം വഅദാബുൻ അലീം ബിമാ കാനൂ യക്ഫുറൂൻ. വദരില്ലദീന ഇത്തഖദൂ, ഒരു കൂട്ടരെ നിങ്ങൾ ഉപേക്ഷിക്കണം. ഒരു കൂട്ടരെ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ നിങ്ങൾ വല്ലാതെ സ്വീകരിച്ച് ആനയിച്ച് കൂടെ ഇരുത്തണ്ട, അല്ലെങ്കിൽ അവരെ നിങ്ങൾ പരിഗണിക്കണ്ട. അവരെന്താണ്? വദരില്ലദീന ഇത്തഖദൂ, ആ ഒരു കൂട്ടർ, ഇത്തഖദൂ ദീനഹും, അവരുടെ മതത്തെ, ഇസ്ലാമിനെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ലഇബൻ വലഹുവാ, കളിയും വിനോദവുമായിട്ട് അവരാക്കിയിട്ടുണ്ട്. ദീന് പറഞ്ഞാൽ ഒരു കളി,
ഒരു വിനോദം എന്നുള്ള നിലക്ക് അവരാക്കിയിട്ടുണ്ട്. വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവ് അവരെ വഞ്ചിച്ച് കളഞ്ഞിരിക്കുന്നു. ദുനിയാവ് ഈ ലോകം ഇങ്ങനെ കണ്ട് ഇതിൻ്റെ പച്ചപ്പും ഇതിൻ്റെ സൗന്ദര്യവും ഇവിടുത്തെ സുഖങ്ങളും കണ്ടുകൊണ്ട് അതിൽ വഞ്ചിതരായിരിക്കുന്നു അവർ. വദക്കിർ ബിഹി, മുഹമ്മദ് നബിയോട് അല്ലാഹു തആല പറയാ അവരെ ഉപേക്ഷിക്കൂ. എന്നിട്ടോ വദക്കിർ ബിഹി, നീ അവരെ താക്കീത് ചെയ്യണം, അവരെ ഉത്ബോധിപ്പിക്കണം. ബിഹി, അതുകൊണ്ട്, ഏതുകൊണ്ട്? കലാമുല്ലാ, വിശുദ്ധ ഖുർആൻ കൊണ്ട്, അള്ളാഹിന്റെ ഖുർആൻ കൊണ്ട് ഈ ജനങ്ങളെ നീ ഉപദേശിക്കണം. അൻ തുബ്സല നഫ്സും ബിമാ കസബത്, അവർ നശിക്കുകയാണ്. എങ്ങനെയാ നശിക്കുന്നത്? അള്ളാഹു അവരെ നശിപ്പിക്കാണോ? അല്ല. മറ്റാരെങ്കിലും നശിപ്പിക്കാണോ? അല്ല. അൻ തുബ്സല നഫ്സും ബിമാ കസബത്ത്, സ്വന്തം പ്രവർത്തന നിമിത്തം, സ്വന്തം വാക്കുകൾ കൊണ്ട്, സ്വന്തം പ്രവർത്തനങ്ങൾ കൊണ്ട് അവരുടെ കാര്യം, അവരുടെ ആഖിറത്ത് അവർ നഷ്ടപ്പെടുത്താൻ, അവരുടെ ജീവിതം അവർ നഷ്ടപ്പെടുത്തുക. അവർ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ലൈസ ലഹാ മിൻ ദൂനില്ലാ വലിയുൻ വലാ ശഫീഅ്, അല്ലാഹുവിന് പുറമെ അവർക്ക് ഒരു വലിയോ ഒരു രക്ഷാധികാരിയോ വലാ ശഫീഅ്, ഒരു ശുപാർശകനോ ഉണ്ടാവുകയില്ല. പരലോകത്ത് ആരും അങ്ങനെയുള്ള ആളുകളെ രക്ഷിക്കാനുണ്ടാവുകയില്ല. എന്നിട്ട് പറയാ വഇൻ തഅദിൽ കുല്ല അദ്ലിൻ, എല്ലാ പ്രായശ്ചിത്വം നൽകിയാൽ പോലും ശരി, എന്ത് പകരം നൽകിയാൽ പോലും ലാ യുഖദു മിൻഹാ, ഒന്നും അല്ലാഹു സ്വീകരിക്കൂല. അള്ളാഹിന്റെ കോടതിയിലുണ്ടല്ലോ, ദുനിയാവില് വഴിവിട്ട് ജീവിച്ചതിന് മറുപടി പറയേണ്ടി വരും, അവിടെ ശിക്ഷയേറ്റ് വാങ്ങേണ്ടി വരും, അവിടെ എന്തെങ്കിലും പകരം നൽകി കൈക്കൂലി കൊടുത്ത് രക്ഷപ്പെടാം എന്നുള്ള ഒരു വിചാരം വേണ്ടതില്ല. അതാ ഖുർആൻ പറയുന്നത്, ലാ യുഖദു മിൻഹാ, അവരിൽ നിന്ന് സ്വീകരിക്കുകയില്ല. ഉലൈകല്ലദീന ഉബ്സിലൂ ബിമാ കസബൂ, അവരാണ് സ്വന്തം പ്രവർത്തന നിമിത്തം നശിച്ചു പോയ കൂട്ടർ. ലഹും ശറാബ്, അവർക്ക് എന്തുണ്ട്? ഒരു വെള്ളമുണ്ട്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ലഹും ശറാബ്, അവർക്ക് ഒരു പാനീയമുണ്ട്, ഒരു വാട്ടർ ഉണ്ട്. എന്താണ് ആ വെള്ളം? ശറാബും മിൻ ഹമീം, അത് ചൂടേറിയ വെള്ളമാണ്, ദുർഗന്ധമുള്ള കഠിന ചൂടുള്ള വെള്ളമാണ്. അതാണ് അവർക്കുണ്ടാകുക. ദീനൊന്നും ശരിക്ക് മനസ്സിലാക്കാതെ, ദീനനുസരിച്ച് ജീവിക്കാതെ കുറേ കളിയും വിനോദവും അങ്ങനെ ദുനിയാവിൻ്റെ സുഖത്തിലും സൗകര്യത്തിലൊക്കെ ആറാടി ജീവിച്ച് റബ്ബിനെ മറന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളുടെ അവസ്ഥയാണിത്. വഅദാബുൻ അലീം, കഠിനമായ ശിക്ഷ അവർക്കുണ്ടാകും. എന്തുകൊണ്ടാ? ബിമാ കാനൂ യക്ഫുറൂൻ, അവരുടെ ആ നന്ദികേട് കാരണം. വിശുദ്ധ ഖുർആൻ പറയാ, മറ്റൊരായത്ത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്താ? നരകത്തിൽ ഒരു വൃക്ഷമുണ്ട്, നരകത്തിൽ ഒരു മരമുണ്ട്. പ്രിയമുള്ളവരെ, നരകവാസികൾക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ മരത്തിൽ നിന്ന് നൽകപ്പെടുന്ന എന്താ മരത്തിൻ്റെ പേര്? ഇന്നഹാ ഷജറത്തുൻ തഖ്റുജു ഫീ അസ്ലിൽ ജഹീം. ആ നരകത്തിൻ്റെ പിന്നെ വൃക്ഷത്തിൻ്റെ പേര് സക്കൂം എന്നാണ്. സക്കൂം വിശുദ്ധ ഖുർആനിൽ വന്നതാണ്. എന്നിട്ട് പറയാ ഇന്നഹാ തഖ്റുജു, ഇന്നഹാ ഷജറത്തുൻ, അതൊരു മരമാകുന്നു. തഖ്റുജു, അത് ഉത്ഭവിക്കുന്നു, അത് പൊട്ടിപ്പുറപ്പെടുന്നു. ഫി അസ്ലിൽ ജഹീം, നരകത്തിൻ്റെ അസ്ലിൽ, നരകത്തിൻ്റെ അടിത്തറയിൽ നിന്നാണ്, അടിത്തട്ടിൽ നിന്നാണ് ആ മരം പിന്നെ പിളർന്ന് അല്ലെങ്കിൽ വളർന്ന് വലുതാകുന്നത്. എന്നിട്ടോ അല്ലാഹു പറയാ തൽഉഹാ കഅന്നഹു റൂസു ശയാത്തീൻ, ആ സക്കൂം എന്ന് പറയുന്ന വൃക്ഷത്തിൻ്റെ ആ ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ മുകൾ ഭാഗം കഅന്നഹു റൂസു ശയാത്തീൻ, പിശാചിൻ്റെ തലകൾ പോലെ പേടിപ്പെടുത്തുന്ന ഒന്നായിരിക്കും. ഫഇന്നഹും ലആകിലൂന മിൻഹാ, ആ നരകവാസികൾ, നരകത്തിലെ ആളുകളുണ്ടല്ലോ, അവരെന്താ കഴിക്കുക? അവരുടെ സൽക്കാരം എന്താണ് പ്രിയമുള്ളവരെ? നരകവാസികൾക്ക് ലഭിക്കാനുള്ള ഭക്ഷണം എന്താ? ഫഇന്നഹും ലആകിലൂന മിൻഹാ, ആ സക്കൂം എന്ന് പറയുന്ന വൃക്ഷത്തിൽ നിന്നാണ് അവർ ഭക്ഷിക്കുക.
ഫമാലിഊന മിൻഹൽ ബുത്തൂൻ. ബത്ന് ബുത്തൂൻ എന്നർത്ഥം വയറ്. ഫആകിലൂന ലആകിലൂന മിൻഹാ ഫമാലിഊന മിൻഹൽ ബുത്തൂൻ. അത് തിന്ന് അവരുടെ വയറ് നിറക്കുന്ന. എന്നിട്ട് പറയാണ് സുമ്മ ഇന്നലഹും അലൈഹാ ലശൗബം മിൻ ഹമീം. പിന്നീട് തീർച്ചയായും അവർക്ക് ആ തിന്നതിൻ്റെ മുകളിൽ ഒരു കുടിക്കാനുണ്ട്, ഒരു വെള്ളമുണ്ട്. ലശൗബം മിൻ ഹമീം. ആ ദുർഗന്ധമുള്ള ചൂടേറിയിട്ടുള്ള ആ വെള്ളം അവർക്ക് കുടിക്കാൻ നൽകപ്പെടും. സത്യത്തിലെ ഈ ഭക്ഷണമൊന്നും തിന്നാൻ കഴിയില്ല. ഖുർആനിൽ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, അത് കഴിക്കുമ്പോൾ അവരുടെ നാഡി നരമ്പുകളൊക്കെ മുറിഞ്ഞു പോകും. ലാ യുഗ്നി ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ. ഖുർആനിലൊരു സ്ഥലത്ത് പറഞ്ഞല്ലോ, അതുകൊണ്ട് അവരുടെ വിശപ്പ് മാറൂല, അവർക്ക് എന്തെങ്കിലും ഒരു ഊർജം കിട്ടൂല ഈ നരകത്തിലെ ഭക്ഷണം കൊണ്ട്. അവരുടെ നാഡിയും നരമ്പുകളും അവരുടെ നാഡികളും നരമ്പുകളും മനുഷ്യന്റെ ശരീരത്തിന്റെ ആന്തരിക സംവിധാനങ്ങൾ തകർന്നു പോകും. വിശുദ്ധ ഖുർആൻ പറയാ. അപ്പോ പ്രിയമുള്ളവരെ, അതാണ് ഹമീം. അമ്മ യതസാഅലൂൻ എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ, അതിൽ പറയുന്നുണ്ട് ഈ സംഭവം. അതെന്താ പറയുന്നത്? നരകവാസികൾക്ക് ഓരോ ദിവസം കൂടുന്തോറും, ഇപ്പം നമ്മളൊക്കെ ഉണ്ടല്ലോ പ്രിയമുള്ളവരെ, ഇപ്പോൾ ഈ ജയിലിലൊക്കെ പോയാലേ പിന്നെ ഒരാൾ ഒരു മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞാൽ അവിടുത്തെ ജയിലിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഒരുപക്ഷെ ആ ജയിൽ പുള്ളിയോട് പിന്നെ 6 മാസം കഴിഞ്ഞാലോ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു സോഫ്റ്റായിട്ട് പെരുമാറും, ഒന്ന് ലോലമായിട്ട് പെരുമാറും. അയാൾക്ക് ചിലപ്പോൾ കൂടുതൽ ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ ഒന്നുകൂടെ കളിയും ചിരിയും അങ്ങനെയുള്ള ഒരു പിന്നെ ഇതൊക്കെ ഉണ്ടായി എന്ന് വരാം. പക്ഷേ നരകത്തിലെ അവസ്ഥ എന്താ അറിയോ? നരകത്തിലെ അവസ്ഥ വിശുദ്ധ ഖുർആനാ പറയുന്നത്, ലാ യദൂഖൂന ഫീഹാ ബർദം വലാ ശറാബ. നരകത്തില് ഒരു തണുപ്പുള്ള ഒന്നും, വലാ ശറാബ, ഒരു പാനീയവും ഒരു കൂൾ ഡ്രിങ്ക്സും അവിടെ കുടിക്കാൻ അവർക്ക് നൽകുകയില്ല. അവിടെ അതൊന്നും നൽകപ്പെടുകയില്ല. മനസ്സിലായല്ലോ? എന്നിട്ട് പറയാണ് ഇല്ല ഹമീമൻ വഗസ്സാക. എന്നാ 2 നൽകും. അതെന്താണ്? അവ മനുഷ്യന് ഉപയോഗപ്രദമായിട്ടുള്ള കുടിച്ചാൽ സ്വാദുള്ള ഊർജം കിട്ടുന്ന, മനുഷ്യന് നിവർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു വെള്ളവും ഭക്ഷണം ഒന്നും കിട്ടൂല. കിട്ടുന്നത് എന്താ? 2 ഇവിടെ പറയുന്നത്. ഹമീമുൻ വഗസ്സാഖ്. ഒന്ന് ചൂടേറിയ ദുർഗന്ധമുള്ളത്, മറ്റൊന്ന് കൊടും തണുപ്പുള്ള ദുർഗന്ധമുള്ളത്. സൂറത്ത് ഇബ്രാഹിമിൽ മറ്റൊരു വെള്ളം കൂടെ പറയുന്നുണ്ട്, സ്വദീദ്. ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്? ഹമീമ് ഖസ്സാഖ്. മൂന്നാമത്തത് എന്താ? സ്വദീദ്, സ്വാദ്. സ്വദീദ് എന്ന് പറഞ്ഞാൽ അറിയോ? ഈ നരകവാസികളെ ശരീരത്തിലുള്ള ചീഞ്ചലമുണ്ടാവും. ചലം എന്ന് പറയാൻ നമ്മൾ ഇതുണ്ടല്ലോ, മുറിവുകളും വ്രണങ്ങളൊക്കെ പൊട്ടിപ്പഴുത്ത് അതൊന്നൊലിക്കുന്ന വെള്ളത്തിനാണ് സ്വദീദ് എന്ന് പറയുക. അതാണ് കുടിക്കാൻ നൽകപ്പെടുകയെന്ന് അള്ളാഹിൻ്റെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാ പ്രിയമുള്ളവരെ. ഇത് ചെറിയ കുട്ടികളോട് ആരോ പറഞ്ഞു കൊടുക്കുന്ന കഥകളല്ല. കൊടും ശിക്ഷയാണ് നരകത്തിൽ. ആ നരകത്തിന് രക്ഷ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നാമതായിട്ട് നമ്മളെ ഈമാൻ ശരിയാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്നുള്ള വിശ്വാസം അത് ശരിയാക്കണം. ഏകനായ റബ്ബ് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അതോടൊപ്പം നമസ്കാരം വേണം, ഇബാദത്തുകൾ വേണം, തെറ്റുകൾ നിന്ന് വിട്ടു നിൽക്കണം. എന്നിട്ട് പറയാ, അതാണ് ഈ തണുപ്പ് കാലത്ത് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ വിസ്മരിച്ച് പുതപ്പിനുള്ളിൽ മൂടി കിടന്നാൽ പോരാ, മറിച്ച് അള്ളാഹിനെ കുറിച്ച് ആലോചിക്കണം, ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കണം, ഖബറിലെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം, മഹ്ശറയിലുള്ള നിൽപ്പിനെ കുറിച്ച് ചിന്തിക്കണം, നരകവാസികൾ അനുഭവിക്കുന്ന കൊടും ശിക്ഷയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് പറയാണ് പ്രിയമുള്ളവരെ, അതായത് നമ്മൾ മഹാനായ ഒരു കവി പറയാ, കാലങ്ങൾ എങ്ങനെ കഴിഞ്ഞു പോകാൻ അല്ലേ? നമ്മൾ എത്രയോ ഒരു 5 വയസ്സുള്ള ഒരു കാലം അല്ലെങ്കിൽ 10 വയസ്സുള്ള കാലം നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക. ഇതൊക്കെ എപ്പോഴാണ് കഴിഞ്ഞു പോയി നമ്മൾ ചിന്തിക്കുക. പക്ഷേ നമ്മളെന്ത് ചെയ്യുന്നു? ആ ബാല്യകാലം കഴിഞ്ഞു, യുവത്വം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, കുടുംബമായി. ഇപ്പോൾ 35 അല്ലെങ്കിൽ 40, 50 ഇങ്ങനെയൊക്കെ എത്രയോ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുക. അതാണ്
കാലങ്ങൾ, ആഴ്ചകൾ, കൊല്ലങ്ങളൊക്കെ കഴിഞ്ഞു. എന്നാലോ എടോ നിന്നിൽ നിന്നതാ പാപങ്ങൾ സംഭവിക്കുന്നു. വജാഅ റസൂലുൽ മൗത്ത് വൽ ഖൽബു ഗാഫിലു. വജാഅ റസൂലുൽ മൗത്ത്, മരണത്തിന്റെ ആ ദൂതൻ, മരണത്തിന്റെ മാലാഖ, മലക്കുൽ മൗത്ത്, അതാ വന്നുകൊണ്ടിരിക്കുന്നു. വൽ ഖൽബു ഗാഫിലു, നിന്റെ ഹൃദയം അശ്രദ്ധയിലാണ്. നമ്മുടെ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് തയ്യാറായി നിൽക്കുന്നു. പക്ഷേ നമ്മുടെ ഹൃദയോ മരണത്തെക്കുറിച്ച് യാതൊരു ചിന്തയില്ലാതെ അശ്രദ്ധയിലാണ്. അത് തിരുത്തണമെന്നാ പറയുന്നത്. നഈമുക ഫിദ്ദുനിയാ ഗറൂറുൻ വഹസ്റത്തുൻ, ദുനിയാവിൽ നിനക്ക് രക്തമുണ്ട്, മജ്ജുണ്ട്, മാംസമുണ്ട്, നല്ല ഡ്രസ്സുണ്ട്, ഭക്ഷണമുണ്ട്, നല്ല വീടുണ്ട്, നല്ല ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, കുടുംബമുണ്ട്, സമ്പത്തുണ്ട്, ഡെപ്പോസിറ്റ് ഉണ്ട്, കാറുണ്ട്, കോംപ്ലക്സ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? നഈമുക, ഈ അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ, അതെന്താണെന്നറിയോ? ഗുറൂറുൻ വഹസ്റത്തുൻ, അത് നഷ്ടവും വഞ്ചനയുമായിരിക്കും എന്നാ പറയുന്നത്. അതിലൊന്നും മതിമറന്ന് നമ്മൾ പോകേണ്ടതില്ല. ഇത് ചെറിയ ഒരു കാലഘട്ടം മാത്രമാണ്. ആഖിറത്താണ് യഥാർത്ഥ ജീവിതം. വഐശുക ഫിദ്ദുനിയാ മിഹാലുൻ വബാതിലു, ഈ ദുനിയാവിലുള്ള ജീവിതം അത് നിരർത്ഥകമാണ്, ബാത്തിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ദുനിയാവിൽ അള്ളാനെ ഓർത്ത് നല്ല ജീവിതം നയിക്കാൻ നമ്മൾ തയ്യാറാകണം. നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, സ്വഹാബികൾ, മുൻഗാമികളായ ആളുകൾ ഈ തണുപ്പ് കാലൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നറിയോ? അവര് വെറുതെ ഇരിക്കല്ല ചെയ്യുക. അവര് രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് ഖുർആൻ ഓതിയിട്ട് ദീർഘമായി നമസ്കരിക്കും, ഖിയാമുൽ ലൈൽ നമസ്കരിക്കും. പകലോ അവര് നോമ്പ് നോൽക്കും, സുന്നത്ത് നോമ്പൊക്കെ നോൽക്കുക. നമ്മളിങ്ങനെ പറയും, പിന്നെ നമ്മളൊക്കെ നല്ല സത്യവിശ്വാസികളാണ്, നബിനോടൊക്കെ നല്ല സ്നേഹമുണ്ട്, ഖുർആനൊക്കെ നല്ല ഇഷ്ടമാണ് നമുക്ക്, ആ ദീന് എന്ന് പറഞ്ഞാൽ വളരെ ആവേശമാണ്. പക്ഷേ സുന്നത്ത് നോമ്പ് അത് നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതിൽ പറയാണ്, എന്താ പറയുന്നത്? വഖാലൽ ഹസൻ റഹിമഹുല്ലാ. ആരാണ് ഹസൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയാണ്. അദ്ദേഹം പറയാൻ, നിഅമ സമാനുൽ മുഅ്മിനി അശ്ശിതാ, സത്യവിശ്വാസിക്ക് ഈ തണുപ്പ് കാലം എത്ര അനുഗ്രഹീതമാണ്, എത്ര നല്ലൊരു കാലാണ്. ലൈലുഹു ത്വവീലുൻ, രാത്രി ദീർഘമാണ്. ഈ തണുപ്പ് കാലത്ത് രാത്രി എന്താണ്? ദീർഘമാണ്. യഖൂമുഹു, അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? ഈമാനുള്ളവൻ രാത്രിയിലൊക്കെ എഴുന്നേറ്റ് കുറച്ച് നിസ്കരിക്കുക. എന്നിട്ടോ വനഹാറുഹു ഖസീറുൻ, പകല് വേഗം കഴിയും അല്ലേ? സുബഹി വൈകിട്ടാണ്, മഗ്രിബ് നേരത്തെയാണ്, പകല് കുറച്ചുള്ളൂ. യസൂമുഹോ, പകലെന്ത് ചെയ്യുന്നു? ആ സത്യവിശ്വാസി നോമ്പ് നോൽക്കുന്നു. ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മർഹബൻ ബിശ്ശിതാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ, തണുപ്പ് കാലമേ നിനക്ക് സ്വാഗതം. തതനസ്സലു ഫീഹിൽ ബറക, ഈ തണുപ്പ് കാലത്ത് അനുഗ്രഹങ്ങൾ ഇറക്കപ്പെടുന്നു. വയതൂലു ഫീഹിൽ ലൈൽ, അതില് രാത്രി ദീർഘമായി തീരുന്നു. ലിൽ ഖിയാം, എന്തിനാ രാത്രി? അത് ലിൽ ഖിയാം, എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കാൻ. വയഖ്സുറു ഫീഹിൻ നഹാർ, പകലാകട്ടെ അത് ചുരുക്കമാണ്. ലിസ്സിയാം, നോമ്പനുഷ്ഠിക്കാൻ. അപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യുക? ഇപ്പോൾ നമ്മൾ രാത്രിയിലൊക്കെ എഴുന്നേൽക്കുമല്ലോ, ഇപ്പോൾ സുബൈൻ്റെ മുമ്പൊക്കെ ഒന്ന് എഴുന്നേൽക്കുകയാണെങ്കിൽ ഒന്നെടുക്കുക, എന്നിട്ട് നമസ്കരിക്കുക. ഒരു 3 റക്അത്തോ 5 റക്അത്തോ, ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു റക്അത്തെങ്കിലും ഒന്ന് നമസ്കരിക്കുന്നതൊക്കെ നല്ല കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു സബ്ബീസ്മ, ഒരു പുലിയാൽ കാഫിറൂനൊക്കെ ഓതി എന്ത് ചെയ്യുക? അങ്ങനെ നമസ്കരിക്കുക തന്നെ. അതിൽ അങ്ങനെയൊക്കെയുള്ള ഒരു പിന്നെ സ്വഭാവം നമുക്ക് ഉണ്ടാകണം. എന്നാലേ റബ്ബ് നമ്മളെ ഇഷ്ടപ്പെടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം എന്താ? ഇസ്ലാമിക ചരിത്രത്തിൽ പറയാ, പ്രിയമുള്ളവരെ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വഹാബികൾ, അവർ കന്തിയുറങ്ങാൻ വീടില്ല, ഉടുതുണിക്ക് മറുതുണിയില്ല. ഒരു നേരത്തെ ഭക്ഷണം കഴിഞ്ഞാൽ, ഉച്ചക്ക് ഭക്ഷണം കഴിച്ചാൽ രാത്രിക്ക് ഭക്ഷണം ഉണ്ടോ ഇല്ലേ എന്ന് ഒരു സംശയമാണ്. അങ്ങനെയുള്ള പാവപ്പെട്ടവരും പിന്നെ എന്താണ് ദുർബലരുമായിട്ടുള്ള ആളുകളാണ്. പക്ഷേ അവർ പറയുക, യുദ്ധത്തിനൊക്കെ കൊടും തണുപ്പുള്ള സമയത്ത് മരുഭൂമിയിലൂടെ ദീർഘയാത്ര ചെയ്തിട്ട് അവർ യുദ്ധത്തിന് പോയിരുന്നു എന്നാണ് പറയുന്നത്. എന്തൊരു ഈമാനാണ് അവരുടേത്! ശക്തമായ ഈമാന്, ജീവൻ അള്ളാന്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ അവർക്കൊരു മടിയുമില്ല. അതാണ് പ്രിയമുള്ളവരെ. എന്നിട്ട് പറയാണ്, എന്താ? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്,
ഈ സന്ദർഭത്തിൽ തണുപ്പ് കാലത്ത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പം ഹീറ്ററൊക്കെ ഇട്ട് നടക്കുന്ന ആളുകൾ, കിടക്കുന്ന ആളുകൾ, ഇന്നഹാദ് ഹിന്നാർ. ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, ഇപ്പോൾ ഈ നമ്മളീ മണ്ണെണ്ണ ഗ്യാസൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഹീറ്ററൊക്കെ, അപ്പം അങ്ങനെയുള്ള ഇന്നഹാദ് ഹിന്നാർ നബി പറയാണ്, ഇമാം ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഈ നാർ എന്ന് പറയുന്നത് എന്താ, ഇന്നമാഹിയ അതുവ്വുല്ലക്കും, നിങ്ങളുടെ ശത്രുവാണത്. ഫഇദാനിം തും ഫത്വിഫിഉആ, നിങ്ങൾ എന്ത് ചെയ്യുക, ഉറങ്ങുകയാണെങ്കിൽ അതെന്ത് ചെയ്യുക, കെടുത്തി ഓഫാക്കി ഉറങ്ങുക എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. കഴിഞ്ഞ തവണ ഓഗില എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ ഇവിടെ അടുത്ത്, അല്ലേ? അങ്ങനെ ഒരു സ്ഥലമല്ലേ? ഒഗീലാന്നോ? അവിടെ സുബ്ഹാനല്ലാഹ് ഒരു സ്വദേശി പൗരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മരുഭൂമിയിൽ പോയി അവിടെയുള്ള ടെൻറ്റിൽ ചെറിയ മക്കളെ കടത്തി പോയതായിരുന്നു. മുല കുടിക്കുന്ന കുട്ടിയാണെന്നാ തോന്നുന്നത്. ഞാൻ ആ വായിച്ചത് ഓർക്കാണ്. അടുത്ത് ഹീറ്റർ ഉണ്ടായിരുന്നു. ഈ കുട്ടി എങ്ങനെയോ തട്ടി മറിഞ്ഞിട്ടോ, അതോ ഈ ടെൻ്റാണല്ലോ, മരുഭൂമിയിൽ ടെൻ്റാണല്ലോ, മുകളിൽ നിന്ന് എന്തോ വീണിട്ടൊക്കെ ഹീറ്റർ എന്തായി ഈ കുട്ടിയുടെ അടുത്തായി, അങ്ങനെ കത്തി കരിഞ്ഞ് ഇതായി. വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ തീയ് രാത്രിയൊക്കെ കത്തിക്കുന്ന ആളുകൾ ഗൗരവമായിട്ട് ശ്രദ്ധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതോടൊപ്പം പ്രിയമുള്ളവരെ, ഇപ്പം നമ്മളൊക്കെ എന്താണ്, ഈ വുളുവൊക്കെ എടുക്കുമ്പോൾ തണുപ്പല്ലേ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ കൈമുട്ട് നനയൂല, കാലിൻ്റെ മടമ്പ് നനയൂല. ഇതൊക്കെ ശ്രദ്ധിക്കണം. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ കാലിൻ്റെ മടമ്പ് നനയാതെ വുളു എടുത്തിട്ട് നമസ്കരിച്ച ഒരാളെ കണ്ടപ്പോൾ, വൈലുൻ ലിൽ അഅഖാബി മിനൻ നാർ, മടമ്പ് നനയാതെ വുളു എടുത്തവന് നാശം, നരകം കൊണ്ട് നാശം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ആ മനുഷ്യനെ കൊണ്ട് വീണ്ടും പിന്നെ ആവർത്തിച്ചുകൊണ്ട് നമസ്കരിപ്പിച്ചു എന്നാണ്, രണ്ടാമത് നമസ്കരിപ്പിച്ചു എന്നാണ് ഹദീസിൽ സ്വഹീഹായി വന്നിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ അലാ അതുല്ലുക്കും അലാമാ യംഹുല്ലാഹു ബിഹിൽ ഖതായ, നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്ന, വയർഫൗ ബിദ്ദറജാത്ത്, നന്മകൾ ദറജകൾ ഉയർത്തപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ചോദിച്ചു. കാലൂ ബലാ യാ റസൂലല്ലാഹ്, സഹാബികൾ പറഞ്ഞു, അതെ അള്ളാഹിൻ്റെ റസൂലേ. കാല ഇസ്ബാഉൽ വുളു, വുളു പൂർണ്ണമായി ചെയ്യുക, ശരിക്ക് ചെയ്യുക. തണുപ്പല്ലെന്ന് വിചാരിച്ചിട്ട്, തണുപ്പ് അല്ലെ വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ, മുഴുമിക്കാതിരിക്കാൻ പാടില്ല. അതുപോലെ പള്ളിയിലേക്ക് നടന്നു പോകുക, പള്ളിയിൽ ജമാഅത്ത് കാത്തിരിക്കുക, ഇതൊക്കെ വലിയ പുണ്യമുള്ളതാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ്.